വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ നിർണായകമായ ഒരു വിധി കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചുകൊണ്ടും അതിൻ്റെ ചുമതല ഒരു ജോയിൻറ്റ് സെക്രട്ടറിക്ക് കൈമാറിക്കൊണ്ടും ഒരു ഉത്തരവ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതിനെതിരെ വഖഫ് ബോർഡും മറ്റൊരു പെറ്റീഷണറും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഞാൻ തടസ്സ ഹർജി ഉന്നയിച്ച് ഞാനും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇന്ന് പത്രസമ്മേളനം നടത്തുന്ന വിവരമെന്ന് പറയുന്നത് ഇതല്ല. അത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളതാണ്. ഇന്ന് പത്രസമ്മേളനത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇന്നും ഇന്നലെയുമായി കേരളത്തിലെ വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളാണ് മുൻ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ്റെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയുകയാണ്. പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി തന്നെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ രൂപീകരിച്ചു എന്നുള്ളതാണ്. പച്ചക്കള്ളമാണ്. അദ്ദേഹത്തിന് ഈ 2 പേരെ ഉൾപ്പെടുത്താതെ അദ്ദേഹം നോട്ടിഫൈ ചെയ്ത ഗസറ്റാണ്. ഈ ഗസറ്റിൽ വളരെ കൃത്യമായിട്ട് 3-ാമത്തെ പേജിൽ, അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. 3-ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നു, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ റിമൈനിങ് 2 മെമ്പേഴ്സ് ഷാൽ ബി മെയ്ഡ് ഷോർട്ട്ലി. നിയമവകുപ്പിൻ്റെ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഈ 2 പേരെ നിയമിച്ചു കൊള്ളാമെന്ന് പിണറായി സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ 2 പേരെ നിയമിച്ചോളാമെന്ന് തന്നെയല്ലേ പിണറായി പറഞ്ഞത്. ഇനി ഇപ്പോൾ മുസ്ലിം ലീഗ് ഇന്നലെ അതിനേക്കാൾ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ, സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾ പറഞ്ഞത് ഇത് പരിശോധിക്കാമെന്നാണ്. കേന്ദ്ര നിയമത്തിനനുസരിച്ചല്ല ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിയമസാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞതെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞത്. പക്ഷേ അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ടേക്കിംഗ് നോട്ട് ഓഫ് ഓൾ ദ എബോവ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേറ്റീവ്സ്, ദ ഗവൺമെൻറ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോർഡ് strictly in compliance with the mandate of Section 14 of the United Waqf Management and Empowerment, Efficiency and Development Act 1995. അതായത് പരിശോധിക്കാന്നല്ല പറഞ്ഞത്, ഗവൺമെൻറ് ഇത് ഈ ബോർഡിനെ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. സെക്ഷൻ 14 എന്താണ്? സെക്ഷൻ 14 എന്ന് പറയുന്നത് 11 അംഗങ്ങളെ എങ്ങനെ നിയമിക്കണമെന്നുള്ള വഖഫ് അമെൻമെൻറ്റ് ആക്ടിലെ ആണ് സെക്ഷൻ 14. അത് കൃത്യമായി ഞങ്ങൾ കംപ്ലൈ ചെയ്തോളാം, സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ ആക്ട് എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ, ഇപ്പോൾ ഒരു GP അല്ല അവിടെ വന്ന് അപ്പിയർ ചെയ്തത്. അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയും ഈ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗും അറിഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളുടെ കണ്ണിലുള്ള പൊടിയിടിയിലാണ്. പിണറായി വിജയനും ചെയ്തതാണ്, അത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനോട് ഒന്നേ പറയാനുള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മുസ്ലിം ലീഗിനോട് പറയാനേ ഒറ്റ കാര്യമുള്ളൂ: ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ മുസ്ലിം ലീഗും ബാധ്യസ്ഥരാണ്. കേരള സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്ന, അല്ല, ഇന്ന് നിങ്ങൾക്ക് ഭരണ പങ്കാളിത്തമുള്ള സംസ്ഥാനമാണ്. പക്ഷേ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. ഭാരതത്തിൻ്റെ ഭാഗമാണ് കേരളമെന്ന് മുസ്ലിം ലീഗ് മറക്കരുത്. ഇത്തരത്തിൽ രാജ്യത്തൊരു നിയമം ഉണ്ടായാൽ ആ നിയമം അനുസരിക്കാൻ മുസ്ലിം ലീഗും പിണറായി വിജയനും ഒക്കെ ബാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്ത് ഏതൊക്കെ തരത്തിൽ വർഗീയത വളർത്താവോ
അതെല്ലാം ചെയ്യുകയാണ്. എല്ലാവരും നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം, ചോദിക്കുന്ന ചോദ്യം എന്താണ്? പള്ളി കമ്മിറ്റിയിൽ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തുമോ? അമ്പല കമ്മിറ്റിയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ? ഈ ചോദ്യത്തിന് BJPക്ക് വൃത്തിയായി ഉത്തരം പറയാനുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് പള്ളി കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ മുസ്ലിം പള്ളിയുടെ മഹൽ കമ്മിറ്റിയോ അല്ല. ആ കമ്മിറ്റികളിലെ ആ സ്വത്തുക്കൾ, പള്ളിയുടെ സ്വത്തുക്കൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ആണ് പള്ളി കമ്മിറ്റി, അല്ലെങ്കിൽ പാസ്റ്റർ കൗൺസിൽ, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്. പക്ഷേ വഖഫ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം സ്വത്തുക്കളല്ല. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ ഇതര സമുദായങ്ങളുമായിട്ടുള്ള നിരവധി കേസുകൾ, 40% വഖഫ് ബോർഡിൻ്റെ കേസുകൾ ഉള്ളത് ഇതര സമുദായങ്ങളുമായിട്ടാണ്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമല്ലേ മുനമ്പം ഇവിടെ കിടക്കുന്നത്, 2 തളിപ്പറമ്പ് കിടക്കുന്നു. ഈ മുനമ്പം വിഷയത്തിൽ തന്നെ ഇത്തരത്തിലൊരു നിലപാട് ഈ വഖഫ് ബോർഡ് സ്വീകരിച്ചെന്നുകൂടെ, അതിനകത്ത് 2 ഇതര മതസ്ഥരുണ്ടായിരുന്നെങ്കിൽ ഈ നിലപാടായിരിക്കില്ലായിരുന്നു. അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സർക്കാർ ബോഡി വഖഫ് സ്വത്തുക്കൾ സൂക്ഷിക്കാനുള്ളതാണ്. ശരിയാണ്, ആ വഖഫ് സ്വത്തുക്കൾ മുസ്ലിം സമുദായത്തിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്വത്തുക്കളാണ്. പക്ഷേ ആ സ്വത്തുക്കളുടെ വിവരങ്ങളും ആ സ്വത്തുക്കളുടെ ക്രിയാവിക്രയങ്ങളും നടക്കുന്ന ഇതര മതസ്ഥരുമായിട്ടുണ്ട്. കേസുകളിൽ 40% ഇതര മതസ്ഥരുമായിട്ടാണ്. അതിന് മുസ്ലിം ലീഗ് പറയുന്നത് എന്താ? ഇത് മുസ്ലിം സമുദായത്തിൻ്റെ അല്ല. ശരിയാണ്, മഹൽ കമ്മിറ്റിയിൽ BJP പറയുകയാണ്, മഹൽ കമ്മിറ്റിയിൽ BJP പറയുന്നു അവിടെ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം. തെറ്റാണ്. അതാണ് മഹലിന് മാത്രം വിഷയമാണ്. ഒരു പള്ളി കമ്മിറ്റിയിൽ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തണം, തെറ്റാണ്. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം, ശരിയാണ്. ആ സമുദായത്തിൻ്റെ മാത്രം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് NSSൽ, SNDPയിൽ ഒക്കെ ശരിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതെല്ലാ വിഭാഗങ്ങളുടെയും സ്വത്ത് കൈകാര്യം ചെയ്ത് ഇപ്പം തന്നെ ഈ വിഷയം എന്താ? മുനമ്പത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ നിയമവിരുദ്ധമായി ഉൾപ്പെടുത്തി. അപ്പോഴല്ലേ ഇപ്പോൾ വഖഫ് ബോർഡിനെതിരെ ഞാൻ കേസ് കൊടുത്തു. അതുകൊണ്ട് കൂടെയാണ് ഇതൊന്ന് മനസ്സിലാകണമല്ലോ ജനങ്ങൾക്ക്. അതുകൊണ്ട് മുസ്ലിം ലീഗിനോട് ഒന്നേ പറയാനുള്ളൂ, മുസ്ലിം ലീഗ് ഈ സംസ്ഥാനം നിങ്ങൾ കൂടി ഭരിക്കുന്ന ഈ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾ മറക്കരുത്. മാത്രമല്ല BJP എടുക്കുന്ന നിലപാടുകളെ വർഗീയവൽക്കരിച്ച് സമുദായത്തിനുള്ളിൽ തെറ്റിദ്ധാരണ പരത്തി സമുദായത്തിൽ പ്രീതി നേടാൻ, അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്ത് വർഗീയത വളർത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത്. തെറ്റാണ്, അത് ഗുരുതരമായ തെറ്റാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഈ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് കേരളമെന്ന് മാത്രമല്ല ഏത് സംസ്ഥാനത്താണെങ്കിലും അത് നടപ്പിലാക്കിയൊട്ടു നോക്കൂ. അത് രാഷ്ട്രീയപരമായും നിയമപരമായും അതിനെ നേരിടും എന്ന് ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുന്നു. പിന്നെ ഇത് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, ഞാൻ കോപ്പി തരാം നിങ്ങൾക്ക്. അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ചോദിക്കും. മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് എന്താ പറയാനുള്ളത്? ഇത് മുഖ്യമന്ത്രി അറിയാതെയാണോ അഡ്വക്കേറ്റ് ജനറൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു? ആ വകുപ്പ് മന്ത്രി എവിടെ? മുസ്ലിം ലീഗിൻ്റെ അല്ലേ വകുപ്പ് മന്ത്രിയുടെ അയാൾ അറിഞ്ഞിട്ടില്ലേ ഇത്? അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടുക, ഇതിനെ BJP എതിർക്കുന്നതായിട്ട് സമുദായത്തിനുള്ളിൽ പ്രതീതി വളർത്തുക, എന്നിട്ട് ഇവിടെ ഒരു യഥാർത്ഥത്തിൽ ഈ വർഗീയത കൊണ്ട് ജീവിക്കുന്നവരല്ലേ ഇവർ, എന്നിട്ട് BJPയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കും. ബോറ സമുദായത്തിന് വേണ്ടി, അതുപോലെ ഷിയ സമുദായം, ഇവരാരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബോറ സമുദായത്തിന് ഏറ്റവും അധികം സേവനങ്ങൾ ചെയ്താൽ എന്തിന്? മുത്തലാഖ് നിരോധനം കൊണ്ടുവന്ന്, പ്രാകൃതമായ നിയമത്തിനെതിരെ നിയമം കൊണ്ടുവന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സഹോദരികൾക്ക് വേണ്ടി ആ നിയമനിർമ്മാണം നടത്താൻ 60 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞോ? BJPക്കല്ല ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പം BJP മുസ്ലിം വിരുദ്ധർ ഇത് സ്ഥാപിച്ച് വോട്ട് പിടിച്ചെടുക്കാനുള്ള നാണംകെട്ട ശ്രമമാണ് മുസ്ലിം ലീഗും CPM നടത്തുന്നത്. കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. കോൺഗ്രസ് അഭിപ്രായം പറയുമ്പോൾ ബാക്കി പറയാം.